കേന്ദ്ര സർക്കാർ എന്നും ജനങ്ങൾക്കൊപ്പം. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനോപകാരപ്രദമായ പദ്ധതികളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സേവാ സപ്താഹിനോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇടുകയുണ്ടായി. അവിടെ വന്ന ആളുകളുമായി സംവദിക്കുമ്പോഴാണ് ഒരുവിധം മിക്ക പദ്ധതികളെക്കുറിച്ചും ആർക്കും ഒരു അവബോധമില്ല എന്ന് മനസ്സിലാകുന്നത്. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജൻധൻ അക്കൗണ്ടുള്ള എല്ലാ സ്ത്രീകൾക്കും 3 മാസം 500 രൂപ വീതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയുണ്ടായി. അതുപോലും പലർക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജൻധൻ അക്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം അംഗങ്ങളാവുക, ഗുണഭോക്താക്കളാവുക എന്നത് നമ്മളുടെ അവകാശമാണ്. ആരെങ്കിലും അതില്ല, ഇപ്പോൾ തീർന്നുപോയി എന്ന് പറയുകയാണെങ്കിൽ അത് സത്യമല്ല. നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുക തന്നെ വേണം. ആർജവത്തോടുകൂടി ആ ഉദ്യോഗസ്ഥനോട് പറയുക, ഈ പദ്ധതികൾ ഇപ്പോഴും നിലവിലുണ്ട്, എനിക്ക് ഇതിൽ അംഗമായേ പറ്റുകയുള്ളൂ എന്ന്. ആദ്യമായി ജൻധൻ അക്കൗണ്ട്, സീറോ ബാലൻസ് അക്കൗണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. സാധാരണഗതിയിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാനായിട്ട് ഒരു നിശ്ചിത തുക ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുമുണ്ട്. ജൻധൻ അക്കൗണ്ടിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ആവശ്യമില്ല. നിശ്ചിത തുക മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ അടയ്ക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ജൻധൻ അക്കൗണ്ടിൽ അതും ഉണ്ടാവില്ല. നമുക്ക് നിലവിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്കിൽ പിന്നെ ജൻധൻ അക്കൗണ്ട് എടുക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വേറെ അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് ജൻധൻ അക്കൗണ്ട് തുടങ്ങാനുള്ള ഫോമിനെ കുറിച്ച് ചോദിക്കുക. അവർ തീർച്ചയായിട്ടും പറയും ആ ഫെസിലിറ്റി ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറയും. അവൈലബിൾ ആണ്, ഞങ്ങൾക്ക് ചേരണമെന്ന് നിർബന്ധമായിട്ടും പറയുക. അക്കൗണ്ട് തുടങ്ങുവാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആധാർ കാർഡിൻ്റെ കോപ്പിയും 2 കളർ ഫോട്ടോഗ്രാഫുമാണ് വേണ്ടത്. ഇതോടൊപ്പം തന്നെ ബാങ്കിൽ ചെല്ലുമ്പോൾ ആധാറിൻ്റെ ഒറിജിനലും നമ്മളുടെ കയ്യിലുണ്ടാകണം. അത് അവർ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു തരും. ജൻധൻ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 6 മാസം അത് ലൈവാക്കി നിർത്തുക. സാധാരണ ബാങ്ക് പോലെ നമുക്ക് പൈസ നിക്ഷേപിക്കുവാനും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു OD ഫെസിലിറ്റി, നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല എങ്കിൽ പോലും 5000 രൂപ വരെ ബാങ്കുകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും അത്യാവശ്യം വരുന്ന സമയത്ത്. ഇത് 4% പലിശ കൊടുക്കണം, തിരിച്ചടയ്ക്കേണ്ട തുകയാണ്. ജൻധൻ അക്കൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകത 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നതാണ്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ഇതിൽ അംഗങ്ങളാകാം. 18 വയസ്സുള്ള ഒരാളാണ് 42 രൂപ പ്രതിമാസം അടയ്ക്കുക എങ്കിൽ 60 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുക 1000 രൂപയുടെ പെൻഷനാണ്. ഇത് മരണം വരെ ലഭിക്കുന്നതാണ്. 210 രൂപയാണ് പ്രതിമാസം അടയ്ക്കുന്നത് എങ്കിൽ 5000 രൂപയാണ് പ്രതിമാസ പെൻഷനായിട്ട് ലഭിക്കുക. ഇനി 40 വയസ്സ് പ്രായമുള്ള ഒരാളാണ് അടൽ പെൻഷൻ യോജനയിൽ ചേരുന്നത് എങ്കിൽ 291 രൂപയാണ് പ്രതിമാസം അടയ്ക്കേണ്ടത്. അദ്ദേഹത്തിന് 1000 രൂപ 60 വയസ്സാകുന്നത് മുതൽ ലഭിക്കും. 1454 രൂപയാണ് 5000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കാനായിട്ട് അടയ്ക്കേണ്ടത്. ഇതിനിടയിൽ അംഗത്വം എടുത്തിരിക്കുന്ന ആൾക്ക് മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അടച്ച തുകയും അതിൻ്റെ പലിശയും ചേർന്ന് നോമിനിക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ സുകന്യ സമൃദ്ധി യോജന, പെൺകുട്ടികൾക്ക് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികളും ഓരോ വീഡിയോയിൽ കൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. നന്ദി.